കേരളത്തിൽ നിന്ന് നിരവധി ഭക്തരെത്തുന്ന ഒരു ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രം. എന്നാൽ കൂടുതൽ ആളുകളും ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്ന് തിരുപ്പതി ക്ഷേത്രത്തിൽ എത്തുന്നത്. പക്ഷേ തിരുപ്പതി ദർശനം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസം തിരുപ്പതി ക്ഷേത്രത്തിൽ എത്തുക. തിരുപ്പതി ദർശനം മുൻകൂട്ടി തയ്യാറാക്കി മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രത്യേകം ചില കാര്യങ്ങൾ കൂടി ആദ്യമായി ദർശനത്തിന് പോകുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. തിരുപ്പതി ദർശനം പൈസ കൊടുത്തും പൈസ കൊടുക്കാതെയും നമുക്ക് ദർശനം നടത്താം. അതായത് നമുക്ക് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം നമ്മൾ അവിടെ തിരുപ്പതി ദർശനത്തിന് വേണ്ടിയിട്ട്. ആ ദർശനം 300 രൂപയാണ് അടയ്ക്കേണ്ടത്. അത് ഏകദേശം 4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ അത് ക്ലോസിങ് ആവുക. അപ്പോൾ ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ തിരുപ്പതി ദർശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 300 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് ടൈം എപ്പോഴാണ് നിങ്ങൾക്ക് ദർശനം കിട്ടുക എന്നുള്ള ടൈമൊക്കെ രേഖപ്പെടുത്തി നമുക്ക് ലഭിക്കും. എന്നാൽ ഇത് പലരും ഇങ്ങനെയൊരു സംഭവം ഓൺലൈനാണെന്നുള്ള കാര്യം പലരും അറിയുന്നത് തന്നെ തിരുപ്പതിയിൽ എത്തിയതിന് ശേഷമാണ്. എല്ലാവരും ഒന്ന് വിചാരിക്കുന്നത് ഈ 300 രൂപയും 500 രൂപയും ഒക്കെ കൊടുത്ത് തിരുപ്പതിയിൽ എത്തിയതിന് ശേഷം നമുക്ക് ടോക്കൺ സംഘടിപ്പിക്കാം, ടിക്കറ്റ് സംഘടിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇത് ഏകദേശം 4-5 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സ്ലോട്ടുകളൊക്കെ ഫില്ലാവുകയാണ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇനി ദർശനം നടത്താം എന്നുള്ള കാര്യമാണ്. അതിന് തിരുപ്പതി സ്റ്റാൻഡിനടുത്ത് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനടുത്ത്, ഏകദേശം റെയിൽവേ സ്റ്റേഷനിൽ ഒരു 1/2 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷന് തൊട്ട് ഓപ്പോസിറ്റാണ് ബസ് സ്റ്റാൻഡിൽ നിന്നൊരു 300-400 മീറ്റർ ശ്രീനിവാസം കോംപ്ലക്സ് ഉണ്ട്. ഈ ശ്രീനിവാസം കോംപ്ലക്സിൽ എല്ലാ ദിവസവും 25,000 പേർക്കുള്ള ടോക്കൺ അവിടെ കൊടുക്കും. ഇനി അവിടെ നിന്ന് എങ്ങനെയാണ് ടോക്കൺ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ തലേ ദിവസം ഒരു 9 മണി 10 മണിയാകുമ്പോൾ ഈ കോംപ്ലക്സിൽ ക്യൂ നിൽക്കണം. ഏകദേശം രാവിലെ 2 മണിയാകുമ്പോൾ നമുക്ക് ടിക്കറ്റ് കൊടുത്തു തുടങ്ങും. അങ്ങനെ ടിക്കറ്റ് കൊടുത്ത് 25,000 പേർക്കാണ് ഒരു ദിവസം ടിക്കറ്റ് കൊടുക്കുന്നത്. അപ്പം ഇതിന് ക്യൂ തലേ ദിവസമേ നമ്മൾ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ 2 മണി തൊട്ട് ഒരു 4 മണിക്കുള്ളിൽ തന്നെ നമുക്ക് 25,000 പേര്, അല്ലെങ്കിൽ 5 മണിക്കുള്ളിൽ തന്നെ 25,000 പേർക്ക് അവർ ടോക്കൺ കൊടുത്തു കഴിയും. അതിൽ കൃത്യമായിട്ട് നമുക്ക് സമയം രേഖപ്പെടുത്തും. അപ്പോൾ നമുക്ക് ടോക്കൺ കിട്ടിയപാടെ ഉടനെ തന്നെ തിരുമലയിലേക്ക് പോകാൻ പറ്റില്ല. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുപ്പതിയിലല്ല. തിരുപ്പതിയിൽ നിന്ന് 21.6 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് തിരുമല എത്തുന്നത്. തിരുമലയിലാണ് ക്ഷേത്രം. അപ്പോൾ നമുക്ക് ടോക്കൺ കിട്ടുന്ന സമയത്ത് അതിന് സമയം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയം രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ ഓടിപ്പിടിച്ച് പോകേണ്ട. ഈ ക്യൂ നിന്ന ക്ഷീണമൊക്കെ നമ്മൾ എടുത്തിട്ടുള്ള റൂമിൽ പോയി നമുക്ക് ക്ഷീണം മാറ്റിയിട്ട് സാവധാനം നമുക്ക് ആ സമയത്ത് അവിടെ തിരുമലയിൽ എത്തിയാൽ മതി. അപ്പോൾ തിരുമലയിൽ എത്തുന്ന സമയത്ത് ഈ ടോക്കൺ നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. ടോക്കൺ നൽകുന്നത് തന്നെ നമ്മൾ ടോക്കൺ എടുക്കാൻ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ആധാർ കാർഡ് കയ്യിലുണ്ടായിരിക്കണം. ബയോമെട്രിക് ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ടോക്കൺ നൽകുന്നത്. അപ്പോൾ തിരുമലയിലുള്ള യാത്ര നമുക്കൊന്നെങ്കിൽ ഒരുപാടധികം ആളുകളുണ്ടെങ്കിൽ നമുക്ക് വാഹനം പിടിച്ച് പോകാം. ഏകദേശം 1,100 രൂപയാണ് ഈ സുമോയും ജീപ്പുകാരൊക്കെ ഈടാക്കുന്നത്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് എപ്പോഴും തിരുമലയിലേക്ക് തിരുപ്പതിയിൽ നിന്ന് ഓരോ 5-10 മിനിറ്റ് ഇടപെട്ട് ബസ്സുണ്ട്. ആർക്കും നിന്ന് പോകേണ്ട ആവശ്യമില്ല. എല്ലാവരെയും ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഇതിന് ഏകദേശം 90 രൂപയാണ്. ബസ്സിൽ കയറുന്നതിന് മുമ്പ് തന്നെ ടിക്കറ്റ് എടുക്കണം. തിരിച്ചും അതുപോലെ തന്നെയാണ് വരുന്നത്. അങ്ങനെ നമ്മൾ തിരുമലയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഫ്രീ ടിക്കറ്റ്, അതുപോലെ തന്നെ 300 രൂപയുടെ, അതുപോലെ തന്നെ നമ്മൾ ശ്രീനിവാസ കോംപ്ലക്സിൽ നിന്ന് എടുത്ത ടിക്കറ്റ്, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സെക്ഷനുകളുണ്ട്. നമ്മുടെ ടിക്കറ്റിൽ തന്നെ ടോക്കണിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും നമ്മൾ എവിടെയാണ് ക്യൂ നിൽക്കേണ്ടതെന്നുള്ളത്. അവിടെ നമ്മൾ ക്യൂ നിൽക്കുക. അങ്ങനെ ക്യൂ നിന്നതിന് ശേഷം ഏകദേശം ഒരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ദർശനം കിട്ടും. തിരുപ്പതി ക്ഷേത്രം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നട അടയ്ക്കുന്നത് തന്നെ രാത്രി 12 മണിക്കാണ്. രാത്രി 12 മണിക്ക് നട അടച്ചാൽ രാവിലെ 3 മണിക്ക് തന്നെ നട വീണ്ടും തുറക്കും. അതുമാത്രമല്ല ലഡു നമുക്ക് 10, 200, 300 ലഡുവൊക്കെ മേടിക്കണമെന്ന് വിചാരിച്ച് ചെന്ന് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇവിടെ ലഡു ലഭിക്കുന്ന തിരക്കുള്ള ദിവസങ്ങളാണ് മാക്സിമം ഒരാൾക്ക് 3 ലഡുവേ കിട്ടുള്ളൂ. എല്ലാ ടോക്കൺ നമുക്ക് ലഭിക്കുന്ന ടോക്കൺ, ദർശനത്തിനായി കിട്ടുന്ന ടോക്കൺ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 ലഡു കിട്ടും. ഒരു ഫ്രീ ആയിട്ടൊരു ലഡു കിട്ടും. അതോടൊപ്പം തന്നെ അധികം തിരക്കുള്ള ദിവസങ്ങളിൽ മാക്സിമം 3 എണ്ണമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ആദ്യം ടോക്കൺ കൊടുത്ത് ഫ്രീ ലഡു മേടിച്ചെന്നാൽ കുറച്ച് കഴിയുമ്പോൾ 2 ലഡു മേടിക്കാം എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ആ ടോക്കൺ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഫ്രീക്കൊപ്പം മാത്രമേ നമുക്ക് 2 എണ്ണം മേടിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ 4 എണ്ണം മേടിക്കാം. തിരക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് കിട്ടുന്ന ലഡു എണ്ണം
ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് തിരുപ്പതി ദർശനം നമുക്ക് സാധ്യമാകുന്നത്. കേരളത്തിന് ധാരാളം ട്രെയിനുകൾ തിരുപ്പതിയിലോട്ടുണ്ട്. തിരുപ്പതിയിൽ സ്റ്റേഷനുണ്ട്, അല്ലെങ്കിൽ റെനിഗുണ്ട, അതായത് തിരുപ്പതി സ്റ്റേഷന് അടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് റെനിഗുണ്ട. റെനിഗുണ്ടയിൽ നിന്ന് 10 കിലോമീറ്ററാണ് തിരുപ്പതിയിലേക്ക്. ഇതിൽ ഏത് സ്റ്റേഷനിൽ വേണമെങ്കിലും നമുക്ക് ഇറങ്ങിയാൽ തിരുപ്പതി ദർശനം നമുക്ക് സാധ്യമാക്കാം. റെനിഗുണ്ടയിൽ നിന്ന് തിരുപ്പതിയിലേക്ക് ബസ് ടിക്കറ്റ് ചാർജ് 10 രൂപയെ നമുക്ക് ആകുന്നുള്ളൂ. അപ്പോൾ ഈ 2 റെയിൽവേ സ്റ്റേഷനുകളാണ് തിരുപ്പതിയിൽ ഏറ്റവും അടുത്തുള്ള, തിരുമല ദർശനത്തിന് അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ തിരുപ്പതി ദർശനം സാധ്യമാക്കുന്നവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ബുക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ തലേ ദിവസം ക്യൂ നിന്ന് നിങ്ങൾക്ക് ദർശനം വളരെ എളുപ്പത്തിൽ സാധ്യമാക്കാൻ സാധിക്കുന്നതാണ്.